അപ്പൊ ഞാൻ ഒരു കാര്യം നമ്മുടെ സിനിമാ പ്രൊഡ്യൂസർ എടുത്തിട്ട് വരാം. അതും ഒരു നൗഷാദ് അല്ലേ? ഓക്കെ, ആലത്തൂരും ഉണ്ട്. ഓ ഭാഗ്യമായി. എങ്ങനെയെങ്കിലും വിളിച്ച് നമുക്ക് വേറെ അതാണ് പല ആൾക്കാരും ആലത്തൂരിൽ ഈ സംഘടനയിൽ ചേർന്ന് എന്താ ഇവരെല്ലാം സിനിമ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോകാനാണോ? അതൊരു നല്ലൊരു ചോദ്യമാണ്. ആണല്ലേ? അതായത് ഇത് ആദ്യം നമ്മൾ കോഴിക്കോട് വെച്ചിട്ടാണ് ഇത് എങ്ങനെയാ ഇങ്ങനെ ഒരു ആശയം പൊട്ടി മുളച്ചത്? അത് ഈ മഹാനാണ് അതിന്റെ ഇയാളാണോ അതിന്റെ ആള്? ഉൾപ്പം എന്തെല്ലാം ചെയ്തല്ലേ? ഓക്കെ, ഏതെങ്കിലും ഒരു നൗഷാദിനെ കൊണ്ട് ജീവിതം തുലഞ്ഞായിരുന്നു? ഇല്ലല്ല. പിന്നെ എങ്ങനെ? അങ്ങനെയല്ല, ഞാൻ പോയി പഠിച്ച സ്ഥലങ്ങളിലും ഞാൻ പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെ 1, 2, 3, 5, 10 നൗഷാദുമാരുണ്ട്. ഞാൻ കാസർഗോഡ് ആലിയിലാണ് പഠിച്ചത്, ആലി അറബി കോളേജ് പറയും. അവിടെ പഠിച്ചപ്പോൾ അവിടെ ഒരു 6-7 നൗഷ കർണാടകയിൽ നിന്നും കാസർഗോട്ടും കണ്ണൂരും മലപ്പുറത്തൊക്കെ നിന്നുള്ള ഒരുപാട് നൗഷാന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ ഉദിച്ച ഒരു അങ്ങനെ വരുമ്പോ അല്ലല്ല, ഇതിപ്പോ ആലത്തൂര് ഇദ്ദേഹം പോപ്സൺ കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആലവിന്ന് അറിയപ്പെടും, ഇദ്ദേഹം തെക്കേൽ അറിയപ്പെടും. അതേപോലെ ജിടെക് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എള്ളുമല, അങ്ങനെ ഓരോരുത്തരുടെ അതെ അതെ ഒന്നില് അല്ലല്ല സ്ഥലപ്പേര് അല്ലെങ്കിൽ എന്താണ് ഓരോ നാട്ടിൻ മറ്റേ വർക്ക് ഉണ്ടാക്കിയത് ഒരു കൗതുകം സത്യം പറഞ്ഞാൽ. പിന്നെ സേവനം ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ഏതെങ്കിലും നൗഷാമാരിന് മാത്രമല്ല, നിങ്ങളുടെ സഹായം നൗഷാദ്മാർക്കേ ഉള്ളൂ? അല്ലല്ല, എല്ലാ ആളുകൾക്കും ഉണ്ട്. നമ്മളിപ്പോ ഏകദേശം 1000-ൽ ചില്ലാനം ആളുകൾക്ക് നമ്മൾ സേവനം ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നൗഷാദ് ആവണമെന്നില്ല. ഇപ്പൊ നമ്മള് ഫസ്റ്റ് തുടങ്ങിയത് GCCയുടെ സാമ്പത്തികമായി ഒരു 50,000 രൂപ കൊണ്ട് വയനാട് മറ്റേ 2018 നവംബർ 3 ഈ സംഘടന തുടങ്ങിയത്. പുത്തുമലയിൽ നടന്ന ആ പ്രളയത്തില് അന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. 2019 നമ്മൾ ഫസ്റ്റ് മീറ്റിംഗിൽ വെച്ചിട്ട് കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അവിടുന്ന് സേവനം തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സാധനമാണ്. ഇപ്പൊ ഏകദേശം എങ്ങനെ നിൽക്കുന്നു സംഭവം? ഇപ്പൊ ഞാനുണ്ട്. കാരണം നമ്മള് എന്താ പറയാ, പല സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്, രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്, പല മതസംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്, പിന്നെ പല സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടുക ഒരു സംഘടന എന്ന് പറയുമ്പോൾ നല്ല പ്രയാസമാണ്. ഇപ്പൊ ഒരു ചേർന്നില്ലല്ലേ? MMC ചേരണം, ലോകമെമ്പാടുമുള്ള ആൾക്കാരെ സഹായിക്കണം. 2 MLA-മാരുണ്ട് ഞങ്ങൾക്ക്. അതാരാ? മറ്റേ കൊല്ലത്തൂർ MLA, ഇപ്പൊ പൊന്നാനിയിൽ വേറെ MLA. പൊന്നാനിയിൽ ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.